ഹായ് നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും ചെറിയൊരു വാഷിംഗ് മെഷീനാണ്. അതായത് നിങ്ങൾക്ക് തുണി അലക്കിയെടുക്കൽ മാത്രമാണ് നിങ്ങളുടെ ആവശ്യം, തുണി ഉണക്കിയെടുക്കേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയി ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ചെറിയ വാഷിംഗ് മെഷീൻ. ഇത് കണ്ടില്ലേ, വളരെ ക്യൂട്ടായൊരു വാഷിംഗ് മെഷീനാണ്. കമ്പനിയുടെ പേര് യാറ, പുതിയ കമ്പനിയാണ് തോന്നുന്നു, നമുക്ക് അത്ര ഐഡിയ ഇല്ല. കണ്ടില്ലേ, ഇത് വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ടബ് മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് തൊട്ടടുത്തുള്ള വാഷിംഗ് മെഷീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാൻ പറ്റും. ഇത് വാഷ് ചെയ്യുന്നതും ഇത് ഡ്രയറുമാണ്, നിങ്ങൾക്കറിയാലോ. ഇതിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ഇത് കണ്ടില്ലേ, വളരെ ഒരു കുഞ്ഞു വാഷിംഗ് മെഷീനാണ്. ഇതിൽ ഡ്രയർ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, തുണി അലക്കിയെടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു കുഞ്ഞു വാഷിംഗ് മെഷീനാണ്. മെഷീൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഡോറ് വരുന്നത് ഗ്ലാസ് ഡോറാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഗ്ലാസ് ഡോറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈമറും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഷ് ടൈമർ ഇവിടെയാണ് വാഷ് ടൈമർ വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ് സെലക്ട് ചെയ്യുന്നൊരു നോബും വരുന്നുണ്ട്. കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, യാറ എന്നാണ്. മോഡൽ നമ്പർ ഈ ഒരു മോഡൽ നമ്പറാണ്. 6.5 kg ആണ് മെഷീന് കപ്പാസിറ്റി വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വരുന്നൊരു വാഷിംഗ് മെഷീനാണ്. ഡോറൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഡോറ് ഗ്ലാസ് ഡോറാണ് വരുന്നത്. പിന്നെ മെഷീൻ്റെ ഉള്ളിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനാണ് ഈ പൾസറിന് വരുന്നത്. അതുപോലെ ഫിൽറ്റർ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ 6.5 kg ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു. മെഷീൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ വൈറ്റും ഗ്രേയും വരുന്നൊരു കളറാണ് മെഷീന് വരുന്നത്. പിന്നെ അതുപോലെ മെഷീൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ചെറിയൊരു ഹാൻഡിലുണ്ട്. മെഷീൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇൻലെറ്റ് പൈപ്പ് ഇവിടെ കണക്ട് ചെയ്യുന്നൊരു ഹോൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ലൊരു ഫൈബർ ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് മെഷീനിൽ വരുന്നത്. പിന്നെ ഡ്രെയിനിൻ്റെ ഓരോ ഓസ് ഇവിടെ സൈഡിലായിട്ട് ഡ്രെയിൻ ഓസ് ഇവിടെ വരുന്നുണ്ട്. മെഷീൻ്റെ ഹൈറ്റും വലുപ്പം നിങ്ങൾക്ക് മറ്റു മെഷീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. തൊട്ടടുത്തിരിക്കുന്ന ഈ നീല കളർ LGയുടെ മെഷീനാണ്, കണ്ടില്ലേ. ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഹൈറ്റിൽ നല്ല മാറ്റമുണ്ട്, അതുപോലെ അതിൻ്റെ വീതിയുടെ കാര്യത്തിലും നല്ല മാറ്റമുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ? ഒരു കിടുക്കം വാഷിംഗ് മെഷീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കിടുക്കം വാഷിംഗ് മെഷീൻ തന്നെയാണ്. അസാധ്യ ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് മെഷീനിൽ വരുന്നത്. നിങ്ങൾക്ക് വാഷ് മാത്രമാണ് നിങ്ങളെ പർപ്പസ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ ട്രൈ ചെയ്ത് നോക്കണം. ഒരു കിടുക്കം വാഷിംഗ് മെഷീനാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. പേഴ്സണലി പറയാണ്, ഭയങ്കര ഇഷ്ടമായി. വാഷ് മാത്രമാണ് നിങ്ങളെ പർപ്പസ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെഷീൻ മേടിക്കണം. നമുക്കിതിൻ്റെ വാല്യൂം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. നമുക്ക് ഇതുപോലെ കിടുക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.